ഈ വാളതിന്റെ മുകളിലേക്ക് വീണ ശബ്ദം കേട്ടിട്ടാണ് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ ഇവിടെ നിൽക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്ത് താന്യങ്കാട് എന്ന എൻ്റെ വീടിൻ്റെ പരിസരം ഉൾപ്പെടുന്ന പ്രദേശത്താണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഈ പ്രദേശം ഇപ്പോൾ ശക്തമായ ആനപ്പേടിയിലാണ് ജനങ്ങൾ. നിങ്ങൾ കണ്ടില്ലേ, പലരുടെയും സിറ്റ് ഔട്ടിൽ വരെ എത്തിയ ആനയുടെ സഞ്ചാരം. ഇവിടെയുള്ള മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഒന്നും ഒരു സംരക്ഷണവും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളോളം ആയി ജനങ്ങൾ ഭീതിയിലാണ്. ഇത്തരം ഭീതിജനകമായ കാര്യങ്ങൾ നിരന്തരം അധികാരികളെ അറിയിക്കുമ്പോൾ അധികാരികൾ മുഖം തിരിക്കുന്ന അവസ്ഥയിലാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ നടന്നപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധാർത്ഥം വനംവകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ നേരിട്ടെത്തി ഫെൻസിംഗ് നടത്താം എന്ന വാക്ക് തന്നിരുന്നു. അതിൻ്റെ മുന്നോടിയായി കുറച്ച് കമ്പികൾ മാത്രം കാട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അത് തുരുമ്പ് പിടിക്കുന്നതുവരെ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയില്ല. ധാരാളം വീടുകളുള്ള ഈ പ്രദേശങ്ങളിൽ കർഷകരും ക്ഷീര കർഷകരും ഉണ്ട്. കർഷകരാട്ടെ സ്വന്തം പുരയിടത്തിൽ ഒരു തെങ്ങോ കവുങ്ങോ വാഴയോ നട്ടാൽ ആന നശിപ്പിക്കുന്ന ദുരവസ്ഥയാണ് ഉള്ളത്. ക്ഷീര കർഷകരാവട്ടെ സ്വന്തം പശുവോ കാളയോ പോത്തോ എങ്ങനെയെങ്കിലും കാട്ടിൽ അകപ്പെട്ടാൽ തിരിച്ചു കൊണ്ടുവരാൻ പോലും പറ്റാത്ത അവസ്ഥ. തന്നെയുമല്ല, എന്തെങ്കിലും അപൂർവ സാഹചര്യത്തിൽ ജോലി കഴിഞ്ഞ് രാത്രി കാലങ്ങളിൽ അല്പം നേരം വൈകി യാത്ര ചെയ്യേണ്ടി വന്നാൽ വീട്ടിലെത്തുമോ എന്ന ആശങ്കയും ഭയവും ജനങ്ങളിൽ പടരുന്നുണ്ട്. പണ്ട് ഉൾക്കാടുകളിൽ മാത്രം കണ്ടിരുന്ന എല്ലാ ജീവികളും ഇന്ന് നാട്ടിൻപുറങ്ങളിൽ വിലസി നടക്കുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ സാഹചര്യം എന്തെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ആന ഇറങ്ങി നാട്ടിൽ പലതും നശിപ്പിക്കുമ്പോൾ ഒരു ചടങ്ങ് എന്നോണം ഫോറസ്റ്റുകാരും പഞ്ചായത്ത് അധികൃതരും വന്ന് നോക്കി പോകുന്ന ഒരു പരിപാടി നിരന്തരം നടക്കുന്നു. ഈ ചടങ്ങിൽ ഫോറസ്റ്റുകാരുടെ ചില നിർദ്ദേശങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്. കാരണം ഫോറസ്റ്റുകാർ ചിലപ്പോൾ പറയുന്നു പ്ലാവിൽ ചക്കയുള്ളത് കൊണ്ടാണ് ആന വരുന്നത് എന്ന്, അതുകൊണ്ട് പ്ലാവിൽ ചക്ക നിർത്തരുതെന്ന്. അതുപോലെ മൃഗങ്ങൾക്ക് വേണ്ടി വളർത്തുന്ന പുല്ലുണ്ടെങ്കിൽ ആന വരുമെന്നും ഒക്കെയാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ. ഒരു കാര്യം ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും അറിയിക്കുന്നു. ഒരു തെങ്ങോ കവുങ്ങോ വാഴയോ പോയാൽ ജനങ്ങൾ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ സ്വന്തം കുടുംബങ്ങളിലുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് മാപ്പുണ്ടാവില്ല. എക്കാലവും പല കുടുംബങ്ങളുടെയും ശാപവും പേറി നടക്കാൻ വിധിക്കപ്പെട്ടവരാകാതെ ഇത്തരം കാര്യങ്ങൾക്ക് ഉചിതമായ തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി അറിയിക്കുന്നു. അധികാരിവർഗത്തിൻ്റെ ഇത്തരം നിരുത്തരവാദപരമായ പ്രവർത്തനത്തിൽ ഈ പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധത്തിലും അമർഷത്തിലും ആണ്. ഫോറസ്റ്റ് അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ കാട്ടിൽ കയറി എന്തെങ്കിലും നശിപ്പിച്ചാൽ എന്തെങ്കിലും ശിക്ഷാരീതികൾ ഏതെല്ലാം തരത്തിലാണ് നിങ്ങളിൽ നിന്നുണ്ടാവുക. സ്വയം പ്രതിരോധിക്കാനും സ്വയം പ്രതിഷേധിക്കാനുമെല്ലാം എല്ലാവർക്കും അധികാരമുണ്ട്. എല്ലാ അധികാരങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപരമായ നിലയിൽ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത്തരം സാമാന്യ ബുദ്ധിയോടുള്ള നല്ല ചിന്തയുള്ളതുകൊണ്ട് മാത്രം ജനങ്ങൾ മൗനം പാലിക്കുന്നു. ഇത്തരം പരിസരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ നാടുവിട്ടു പോകണോ അതോ കാട്ടുമൃഗങ്ങളെ നിലക്കു നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടൽ നടത്തുമോ എന്നാണ് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്. ഫെൻസിംഗ് ഉടനെ തുടങ്ങും എന്നാണ് ഇവിടെ എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഉടനെ ഉണ്ടാകുമെന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുക. അതുപോലെ തന്നെ ഇവിടെ പല ആളുകളുടെയും കൃഷികളും പലതും നശിപ്പിക്കുകയുണ്ടായി. ഇതുവരെയും ആർക്കും പഞ്ചായത്തിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റു ഭരണസമിതികളിൽ നിന്നോ ഒരു നയാ പൈസ പോലും അവർക്ക് ഒരു ആശ്വാസമായി ലഭിച്ചിട്ടില്ല. നമ്മുടെ വേലിപ്പണി എന്തെങ്കിലും ആയോ? നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ എടപ്പാറ കോളനി മുതൽ വീഡിയോ എടുക്കണ്ട, വീഡിയോ എടുക്കാണ്ട് അല്ല. ഇവിടെ ഞാൻ പറയട്ടെ, 6 മാസം മുമ്പ് ഒരു ഇലക്ഷൻ സമയത്ത്
ഇവിടെ വെയിലിന്റെ സംഭവങ്ങളൊക്കെ 4 കാലും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതെന്തായി? അത് പറയാനുള്ള ഇത് ഫോറസ്റ്റ് ആയിരിക്കുണ്ടല്ലോ. എടപ്പാറ മുതല് മറ്റേ കോക്കിരിക്കൊണ്ട് വരില്ലേ, അത് പണിപ്പോ തന്നെ നടക്കും. ഈ ഒരാഴ്ചയുള്ളിൽ നടക്കും. അതിന് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാധനം കൊടുത്തിട്ട് എടുത്തോണ്ട് പോയിരുന്നത്. അല്ല, സാധനം കാട്ടിൽ കിടക്കുന്നുണ്ട്. ഇല്ലല്ല, നമ്മുടെ വീട്ടിലൊക്കെ കൊടുത്തു. ഇവിടെ ഇവര് വന്നിട്ടേ ഫോറസ്റ്റ് വന്നിട്ട് നല്ല കൊലച്ചാണ് അവൻ വന്നിക്കണതേ. ഇതാണ്ട് ഈ സൈഡില്ലേ, ഇതേനെങ്ങനെ ഇതേടല്ലേ ചാല്. അപ്പൊ അദ്ദേഹം വന്ന ബസ് കട മൂല കണ്ടില്ലേ, ആ മൂല എന്നിട്ട് ഇവിടെ ഇത് ഇവിടെ നാട്ടിയതിനു ശേഷം അത് ഇവിടെ നാട്ടിയതിനു ശേഷം അതിന് മുന്നേ എന്റെ പന തിന്നിട്ടാ വന്നിക്കണേന്ന്. എന്റെ പറമ്പിൽ പന പൊളിച്ചിട്ടുണ്ട് ഫുള്ളായിട്ടേ. പന പൊളിച്ചിട്ടാ വന്നിക്കണേ. നമ്മുടെ വേലിപ്പണി എന്തേലും ആയോ? നമ്മുടെ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഇവിടെ എടപ്പാറ കോളനി മുതല് വീഡിയോ എടുക്കണ്ട. അല്ല, വീഡിയോ എടുക്കാണ്ട് ഇത് പറയാൻ പറ്റുമോ? എന്താ? ഇവിടെ മന്ത്രി പോയതാ. അല്ല, ഇവിടെ ഞാൻ പറയട്ടെ, 6 മാസം മുമ്പ് ഒരു ഇലക്ഷൻ സമയത്ത് ഇവിടെ വെയിലിന്റെ സംഭവങ്ങളൊക്കെ 4 കാലും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതെന്തായി? അത് പറയാനുള്ള ഇത് ഫോറസ്റ്റ് ആയിരിക്കുണ്ടല്ലോ. എടപ്പാറ മുതല് മറ്റേ കോക്കിരിക്കൊണ്ട് വരില്ലേ, അത് പണിപ്പോ തന്നെ നടക്കും. ഈ ഒരാഴ്ചയുള്ളിൽ നടക്കും. അതിന് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാധനം കൊടുത്തിട്ട് എടുത്തോണ്ട് പോയിരുന്നത്. അല്ല, സാധനം കാട്ടിൽ കിടക്കുന്നുണ്ട്. ഇല്ലല്ല, നമ്മുടെ വീട്ടിലൊക്കെ കൊടുത്തു. അല്ല, അത് കാട്ടിൽ കിടക്കുന്നുണ്ട്. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്.